നമസ്കാരം. വാർത്താമഴയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. മൂന്നാം സീറ്റിൽ കോൺഗ്രസിൽ നിന്ന് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് കടന്ന് മുസ്ലിം ലീഗ്. ആവശ്യമെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാൻ നേതൃത്വം നിർദ്ദേശം നൽകി. ചൊവ്വാഴ്ച ചേരുന്ന നേതൃയോഗത്തിൽ തീരുമാനമെടുക്കും. നാളെയാണ് കോൺഗ്രസുമായുള്ള ലീഗിന്റെ നിർണായക ചർച്ച. ലീഗുമായുള്ള തർക്കം നീളുന്നത് മുന്നണിയുടെ വിജയസാധ്യതയെ ബാധിക്കുമെന്ന് കെ മുരളീധരൻ MP 24നോട് പറഞ്ഞു. നാളത്തെ ചർച്ചയിൽ പ്രശ്നം എന്തായാലും പരിഹരിക്കും. കാരണം അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയില്ല. പ്രത്യേകിച്ച് ഈ ഇലക്ഷൻ ഫീൽഡിലൊക്കെ മുന്നണി ഒരുമിച്ച് കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കുന്ന ഒരു സന്ദർഭമാണ്. ഞങ്ങൾക്ക് അങ്ങനെ അർഹതയുടെ സർട്ടിഫിക്കറ്റ് അല്ല ആവശ്യം, സീറ്റാണെന്നാണ് അവർ സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിൽ ഐക്യം ശക്തിപ്പെടണം. അപ്പോൾ സ്വാഭാവികമായിട്ട് UDF അത് ശക്തിപ്പെടും. ഞങ്ങൾ 20-20 ജയിക്കാനാണ് ഞങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ലീഗ് മൂന്നാം സീറ്റ് ചോദിച്ചതിൽ തെറ്റില്ലെന്നും പരസ്പരം വിട്ടുവീഴ്ച ചെയ്താലേ മുന്നണി മുന്നോട്ട് പോകൂവെന്നും AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും പ്രതികരിച്ചു. ഒരു സംശയവുമില്ല, ഒരു രാഷ്ട്രീയ പാർട്ടി ഒരു സീറ്റ് കൂടെ ചോദിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? മുസ്ലിം ലീഗിനെ പോലുള്ളൊരു പാർട്ടി ഒരു സീറ്റും കൂടെ ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷേ പരസ്പരം എല്ലാവരും കൂടെ കൂടി ആലോചിച്ച് ഒരു ശക്തമായിട്ടുള്ള മത്സരം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൂട്ടായ തീരുമാനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. മുന്നണി രാഷ്ട്രീയത്തിൽ ഇതൊക്കെ സ്വാഭാവികമല്ലേ. അവർ എല്ലാ കാലവും ഇത് ചോദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അവർക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, അർഹതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ചർച്ചകളുണ്ടാകും. പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് ഒരു മുന്നണി മുന്നോട്ട് പോവുക. അത് ഞങ്ങളുടെ ചർച്ചകളിൽ അന്തിമമായിട്ട് ഉരുത്തിരിഞ്ഞ് വരും. സമീർ ബിൻ കരീം വിശദാംശങ്ങളുമായി. സമീർ, പരസ്പരം വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് മുന്നണികൾ മുന്നോട്ട് പോവുക എന്ന് KC വേണുഗോപാൽ പറയുമ്പോൾ ആ വിട്ടുവീഴ്ചയ്ക്ക് ഏതായാലും ലീഗില്ല എന്നത് അവർ വ്യക്തമാക്കി കഴിഞ്ഞു. കോൺഗ്രസ് ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമോ എന്നുള്ളതാണ് ഏറെ പ്രധാനം. നാളെ നടക്കാനിരിക്കുന്ന ചർച്ചകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഏതായാലും ലീഗ് 3 സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കും എന്നതിലേക്ക് പോവുകയാണോ? എങ്കിൽ അതിൽ എത്രത്തോളം വ്യക്തതയുണ്ട്, അത് ഏത് തരത്തിൽ എന്നതിലൊക്കെ നേതൃത്വത്തിൽ തീരുമാനം എന്നുണ്ടാകും? ഈ വരുന്ന 27-ാം തീയതി മുസ്ലിം ലീഗിന്റെ ഉന്നതതല യോഗം ചേരുന്നുണ്ട്. അതിലായിരിക്കും ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. എല്ലാ തവണത്തെയും പോലെ ഇത്തവണയും മുസ്ലിം ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ഒരു നിലപാട്. എന്നാൽ കോൺഗ്രസ് അധികം സീറ്റ് നൽകാനാവില്ല എന്നുള്ള നിലപാടിൽ കോൺഗ്രസും എത്തിയിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് നാളെ നടക്കാനിരിക്കുന്ന ചർച്ച പരാജയപ്പെടുമെന്ന് മുസ്ലിം ലീഗ് വിലയിരുത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് മൂന്നാമതൊരു സീറ്റിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്നുള്ള നിലപാടിലേക്ക് മുസ്ലിം ലീഗ് എത്തുന്ന ഒരു സാഹചര്യം. ഇതുമായി ബന്ധപ്പെട്ട് ഈ ഒരു തീരുമാനത്തിന് പാണക്കാട് സാദിഖലി തങ്ങൾ പച്ചക്കൊടി കാണിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് സംസ്ഥാന നേതൃത്വം കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുമായി ചർച്ച നടത്തി എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ആവശ്യമെങ്കിൽ കോഴിക്കോടായിരിക്കും ഒറ്റയ്ക്ക് മത്സരിക്കുക എന്നുള്ളതും പുറത്തു വരുന്ന സൂചനകളാണ്. ഈ വരുന്ന മാർച്ച് 4-ന് കോഴിക്കോട് ട്രേഡ് സെന്ററിൽ വെച്ച് മുസ്ലിം ലീഗിന്റെ ബൂത്ത് കൺവീനർമാരുടെയും ഒപ്പം തന്നെ ചെയർമാൻമാരുടെയും യോഗം നടക്കുന്നുണ്ട്. ഈ യോഗം നേരത്തെ തീരുമാനിച്ചതാണെങ്കിലും ഈ കോഴിക്കോട് ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ അതിന്റെ സാധ്യത കൂടിയാണ് ഈ യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും മുസ്ലിം ലീഗ് കടുത്ത തീരുമാനത്തിലൂടെ തന്നെ കടന്നു പോവുകയാണ്. ഈ ഒരു വിട്ടുവീഴ്ച ലോക്സഭാ സീറ്റിന്റെ കാര്യത്തിൽ ഇനി വേണ്ട എന്നുള്ളതാണ് ലീഗിന്റെ ഒരു നിലപാട്. അതോടൊപ്പം തന്നെ 2 ഡിമാൻഡായിരുന്നു മുസ്ലിം ലീഗ് മുന്നോട്ട് വെച്ചത്. ഒന്ന്, മൂന്നാമതൊരു സീറ്റ്. അത് ഒരു നിലക്കും നൽകാൻ കഴിയില്ലെങ്കിൽ രാജ്യസഭാ സീറ്റ് നൽകുമെന്നുള്ള കാര്യത്തിൽ പരസ്യമായ ഒരു പ്രഖ്യാപനം. ഇത് രണ്ടും കോൺഗ്രസ് അംഗീകരിക്കാത്ത ഘട്ടത്തിലാണ് മുസ്ലിം ലീഗ് ഇത്തരം ഒരു കടുത്ത നിലപാടിലേക്ക് പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യം. മുസ്ലിം ലീഗ് ഈ ഒരു നിലപാടിൽ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമാവുകയാണെങ്കിൽ UDF-ന്റെ കെട്ടുറപ്പിനെയും ഒപ്പം തന്നെ മുന്നണി സമവാക്യത്തെയും ഒക്കെ തന്നെ കാര്യമായി മാറ്റിമറിക്കുന്ന ഒരു നിലപാടായിരിക്കും ഇത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മലബാറിൽ തന്നെ മുസ്ലിം ലീഗ് ഒറ്റയ്ക്ക് ഒരു സീറ്റ് മത്സരിക്കാൻ മുസ്ലിം ലീഗ് എടുക്കാനുള്ള തീരുമാനമെടുക്കുന്ന സാഹചര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന് കാര്യമായ വേരോട്ടമുണ്ട്. അതോടൊപ്പം തന്നെ സാമുദായിക സംഘടനകൾ, പ്രത്യേകിച്ച് സംസ്ഥ അടക്കമുള്ള സാമുദായിക സംഘടനകളുടെ ഒരു പിന്തുണ ഇവിടെ ലഭിക്കുമെന്നുള്ളതും മുസ്ലിം ലീഗ് കണക്കുകൂടുന്നു. അതോടൊപ്പം തന്നെ കോൺഗ്രസ് അല്ല കിട്ടിയാൽ പ്രശ്നം തീരുമെന്നാ അല്ല ഞങ്ങളെ ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. അതിൽ തീരുമാനം നാളെ ആവും. നാളെ ആദ്യം നിങ്ങൾ അറിയിക്കും. കിട്ടാത്ത പ്രശ്നമില്ലാന്ന്. എന്താ ഇത്? ആരാ തീരുമാനിച്ച് പ്രഖ്യാപിച്ചോ? അതാണ് പറയുന്നത്. നിങ്ങൾ ഈ സാങ്കല്പികമായ കാര്യങ്ങൾക്കും അത്തരം കോൺഗ്രസ് അത്തരം ഒരു തീരുമാനം ഔദ്യോഗികമായി പറയുമ്പോൾ ഞാൻ അതിന് മറുപടി പറയാ. ഇപ്പൊ അവർ പറയാത്ത കാര്യത്തിന് എങ്ങനെ മറുപടി പറയാ? അതൊന്നും ഇപ്പൊ പറയാൻ കഴിയില്ല. ഞങ്ങൾ കോൺഗ്രസുമായിട്ട് സൗഹാർദ്ദത്തിൽ തന്നെയാണ്. ആ സൗഹാർദ്ദപരമായിട്ട് നാളെ ചർച്ച നടക്കും. ആ ചർച്ചയിൽ തീരുമാനം ഉണ്ടാവും. നാളെ ഉച്ചയ്ക്ക് നിങ്ങളോട് വിവരം പറയാം.
ലഭിച്ചിട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണം എന്നുള്ളൊരു അഭിപ്രായം ലീഗിനുള്ളിലുണ്ടോ? ലഭിച്ചിട്ടില്ലെങ്കിലല്ലേ, അങ്ങനത്തെ ഒരു പ്രശ്നമില്ലല്ലോ. ലഭിക്കും. കിട്ടുന്ന ഉറപ്പാണ്. അത് ഞങ്ങൾ ലോക്സഭാ സീറ്റിനെ കുറിച്ച് മാത്രമേ ചർച്ച ചെയ്തിട്ടുള്ളൂ. രാജ്യസഭാ സീറ്റിനെ കുറിച്ച് അതിൻ്റെ സമയത്ത് ചർച്ച ചെയ്യും. ഇപ്പോൾ ലോക്സഭാ സീറ്റ് മാത്രമാണ് ചർച്ച. രാജ്യസഭാ സീറ്റ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുമില്ല, കോൺഗ്രസ് തരാമെന്നും പറഞ്ഞിട്ടില്ല. അല്ലെങ്കിലും ആവശ്യപ്പെടലും തരലൊന്നും അല്ലല്ലോ, ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കലല്ലേ. ഞങ്ങളിൽ കൊടുക്കലും വാങ്ങലും ഇല്ല, ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത്. അത് LDFലാണ്. വലിയേട്ടൻ പറയുന്നതിന് മറ്റുള്ള അംഗീകരിച്ചു പോകും. ഇതിൽ ഞങ്ങൾ ഇരുന്ന് പരസ്പരം ചർച്ച ചെയ്ത് ഒരുമിച്ച് ഒരു തീരുമാനം എടുക്കലാണ്. ആ തീരുമാനം നാളെ ഉണ്ടാകും എന്നതാണ് ഞങ്ങളുടെ വിശ്വാസം. എന്തായാലും തീരുമാനം നാളെ ഉണ്ടാവും. ആ പിന്നെന്താ, ഒരു 24 മണിക്കൂർ കാത്തിരുന്നാ പോരെ. എന്താ സാധ്യമല്ലാത്തത്? എന്താണോ അതിൻ്റെ അർത്ഥം? ഒരു അനുരഞ്ജനം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അവർ പ്രയാസം പറഞ്ഞിട്ടുണ്ട്. അതെന്തെങ്കിലും ഒരു പോം വഴി കണ്ടെത്തൂലേ, ഞങ്ങൾ മുന്നണിയല്ലേ. രാജീവ് UDFിൽ ഏത് ഘടകകക്ഷിയാ? അയാൾ അത് LDFിൽ അങ്ങനെ തന്നെയല്ലേ പറയാൻ കഴിയുള്ളൂ. എന്നിട്ടോ ഞങ്ങളെ അപമാനം ഞങ്ങളല്ലേ സഹിക്കേണ്ടത്, അദ്ദേഹം അതിന് ബുദ്ധിമുട്ടണ്ട. മൂന്നാം സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന് അണികൾ ആരെങ്കിലും വിചാരിച്ചതിനെ കുറ്റം പറയാൻ പറ്റുമോ? അണികൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ? മുസ്ലിം ലീഗ് അങ്ങനെ വിചാരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഇത് നാളത്തെ തീരുമാനത്തിന് ശേഷം 27-ാം തീയതി ഞങ്ങളെ പാർട്ടി നേതൃയോഗം ചേരുന്നുണ്ട്. അതിൽ ഞങ്ങളെ തീരുമാനം ഞങ്ങൾ പ്രഖ്യാപിക്കും. ഈ ദേശീയ തലത്തിൽ പലയിടത്ത് ഒരു ഒത്തുതീർപ്പിന് കോൺഗ്രസ് തയ്യാറായി. ഇപ്പോൾ UPയിലായാലും ഡൽഹിയിൽ ആം ആദ്മിയോടൊക്കെ ആയാലും ഒരു ഒത്തുതീർപ്പിന് അത് ശുഭപ്രതീക്ഷ വരുന്നുണ്ട്. അല്ല, ആദ്യത്തെ പിടിവാശി പിന്നീട് കാണിച്ചില്ല, ചെയ്തു. ലീഗിനോട് കേരളത്തിലും ആ ഒരു നിലപാടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. ഇരിക്കൂല, അത് അംഗീകരിച്ചു എന്നിരിക്കട്ടെ. അങ്ങനെ ഇരിക്കട്ടെ. അതോടുകൂടി പ്രശ്നം തീർന്നു. ഇല്ല ഇല്ല, അംഗീകരിക്കാത്ത ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് ഞങ്ങളെ വിശ്വാസം. ആ വിശ്വാസത്തിനനുസരിച്ചല്ലേ ഞങ്ങൾക്ക് മറുപടി. എല്ലാ പ്രതീക്ഷകളും അല്ലേ സാക്ഷാത്കരിക്കപ്പെട്ടു പോയാല്. ചർച്ചകൾ വരുമ്പോൾ ചോദിക്കുന്നത് ഈ പൊന്നാനി മലപ്പുറത്തിനപ്പുറം ഏത് സീറ്റാണ് ലീഗിന് ക്ലെയിം ചെയ്യാൻ പറ്റിയത്? കേരളത്തിലെ 20 സീറ്റിൽ ഏതും ക്ലെയിം ചെയ്യാം. എന്താ സംശയം? കഴിഞ്ഞ പ്രാവശ്യം 19 സീറ്റ് UDF നേടിയില്ലേ, അതിൽ ഏതും ഞങ്ങൾക്ക് ജയിച്ചൂടെ? ഇനി ആലപ്പുഴയാണെങ്കിലും ഞങ്ങൾ ജയിക്കാം. UDF ഒരുമിച്ച് നിന്നാൽ എല്ലാ സീറ്റും വാങ്ങാം. ഇല്ല, അല്ല, അതൊക്കെ ഞങ്ങൾ ചർച്ചകളിൽ ഉന്നയിക്കേണ്ട കാര്യങ്ങളാണ്. പുറത്തു പറയാനായിട്ടില്ല. പുറത്തു പറയാനായില്ല. ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു മറുപടി പറയാനില്ല. ജയിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറഞ്ഞോളാം. സോഷ്യൽ മീഡിയ നോക്കിയാൽ നമുക്ക് സംസാരിക്കാൻ കഴിയുമോ? നമ്മൾ സോഷ്യൽ മീഡിയ നോക്കിയാൽ വല്ലതും സംസാരിക്കാൻ പറ്റുമോ? പൊന്നാനിയിലെ സ്ഥാനാർത്ഥി വന്നതോടുകൂടി ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്നതിന് മുമ്പ് ജയിച്ചു. പിന്നെ സംശയം എന്താ? പിന്നെ LDFിന്റെ തീരുമാനം ഞങ്ങൾക്ക് സഹായകരമാണ്. അല്ല, നിയമസഭാ സീറ്റിൽ കോൺഗ്രസ് 22 MLA ഉള്ളൂ എന്നുള്ളത് ശരിയാണ്. പക്ഷെ ബാക്കി എത്രമാത്രം സീറ്റുകൾ രണ്ടാം സ്ഥാനത്തുണ്ട്? 500 വോട്ടിന് 1000 വോട്ടിന് 3000 വോട്ടിനൊക്കെ പിറകിൽ നിൽക്കുന്നില്ലേ? വോട്ടില്ലേ? ഇപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ് പറ്റ കഴിഞ്ഞു എന്ന് പറയുന്നില്ലേ? പക്ഷേ 150ഓളം BJP MP-മാരുള്ള മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് കോൺഗ്രസ് ഉണ്ട്, വോട്ടും ഉണ്ട്, ജനങ്ങളും ഉണ്ട്, ലീഗുണ്ട്. അതെ അതെ, അത് ഞങ്ങൾ LDFിലാണെങ്കിൽ CPI-നേക്കാളും കൂടുതൽ സീറ്റ് ചോദിക്കാം. ഇത് UDF ആണല്ലോ. ചില വാർത്തകൾ വരുന്നുണ്ട്, അതായത് ഈ സീറ്റ് ലഭിച്ചില്ല, 3 സീറ്റ് ലഭിച്ചിട്ടില്ലെങ്കിൽ ലീഗ് സ്വന്തമായി മലപ്പുറം പൊന്നാനിക്കൊപ്പം കോഴിക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ പരിഗണിക്കുന്നുണ്ട്. അങ്ങനെ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. ആരാ പറഞ്ഞേ? ഏത് വാർത്ത? നിങ്ങളല്ലേ വാർത്ത എന്ന് പറഞ്ഞാൽ? നിങ്ങളല്ലേ? അതിന് ഞങ്ങൾ മറുപടി പറയണ്ടല്ലോ.
മൂന്നാം സീറ്റ് കിട്ടുകയാണെങ്കിൽ സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗ് നിശ്ചയിക്കും. അത് പറയാൻ കഴിയില്ല. ഓക്കെ. 3 സീറ്റ് ലീഗിന് വിട്ടു നൽകും കോൺഗ്രസ് എന്നുള്ള ശുഭപ്രതീക്ഷയാണ് PMA സലാം പ്രകടിപ്പിച്ചത്. നാളത്തെ ചർച്ചയിൽ ആ തീരുമാനമുണ്ടാകുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്താനുള്ള സാധ്യത തന്നെയാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നതും. എന്തായാലും അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ 27-ന് നടക്കുന്ന യോഗത്തിൽ, ലീഗ് നേതൃയോഗത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് PMA സലാം അറിയിച്ചത്. ഇനി ഇന്നത്തെ മറ്റൊരു വാർത്ത. VD സതീശന് നേരെ നീരസം പ്രകടമാക്കി KPCC പ്രസിഡന്റ് കെ സുധാകരൻ. പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ വൈകി എത്തിയതാണ് കെ സുധാകരനെ ചൊടിപ്പിച്ചത്. ആലപ്പുഴയിൽ 20 മിനിറ്റാണ് കെ സുധാകരൻ VD സതീശനെ കാത്തിരുന്നത്. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. സംഭവം വാർത്തയായതോടെ ആലപ്പുഴ സമരാഗ്നി പരിപാടിക്കിടയിൽ നിന്ന് കെ സുധാകരൻ മടങ്ങി. നേതാക്കൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കെ സുധാകരൻ വഴങ്ങിയില്ല. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി. മനീഷ്, മുൻപൊരു സംഭവം പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടതാണ്. അതൊക്കെ പിന്നീട് പറഞ്ഞു തീർക്കുകയും ഒക്കെ ചെയ്തു. ഇപ്പോഴും വീണ്ടും മൈക്കിന് മുന്നിലാണ് കെ സുധാകരൻ അത്തരത്തിലേക്കൊക്കെ പരാമർശം നടത്തുന്നത്. മൈക്ക് ഓണാണ് എന്ന് കൂടെയുള്ള നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നത് നമുക്കിവിടെ കേൾക്കാൻ കഴിയുന്നുണ്ട്. ഇന്ന് സംഭവിച്ചത് എന്താണ്? അനുജ, സമരാഗ്നി, അതായത് ജനകീയ പ്രക്ഷോഭ യാത്ര എല്ലാ ദിവസവും തുടങ്ങുന്ന സമയത്ത് രാവിലെ പത്രസമ്മേളനം നടത്താറുണ്ട്. പ്രതിപക്ഷ നേതാവും KPCC അധ്യക്ഷനും കൂടെ ആയിരിക്കും പത്രസമ്മേളനം നടത്തുക. ഇന്ന് രാവിലെ 10 മണിക്ക് ആലപ്പുഴ നഗരത്തിലെ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചായിരുന്നു 10 മണിക്ക് പത്രസമ്മേളനം നടത്തുമെന്ന് പറഞ്ഞത്. പക്ഷേ 1 മണിക്കൂറോളം വൈകി 11 മണിക്കാണ് കെ സുധാകരൻ, KPCC അധ്യക്ഷൻ കെ സുധാകരൻ അടക്കമുള്ള ദീപ്തി മേരി വർഗീസ്, DCC പ്രസിഡന്റ് ബാബു പ്രസാദ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ അടക്കമുള്ള T സിദ്ദിഖ് അടക്കമുള്ള നേതാക്കൾ എത്തിയത്. ആ സമയത്ത് VD സതീശൻ മാത്രമില്ലായിരുന്നു. ആ സമയത്ത് 1 മണിക്കൂർ വൈകിയതിന് കെ സുധാകരൻ തന്നെ മാധ്യമ പ്രവർത്തകരോട് ഖേദം പ്രകടിപ്പിച്ച് 1 മണിക്കൂർ വൈകിയെത്തി. ഇനി VD സതീശൻ 5 മിനിറ്റുകൾക്കുള്ളിൽ എത്തുമെന്ന് കെ സുധാകരൻ തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പക്ഷേ ഇരുന്നിരുന്ന് മുഷിഞ്ഞ് 20 മിനിറ്റ് കഴിഞ്ഞിട്ടും VD സതീശൻ എത്താത്ത സാഹചര്യത്തിലായിരുന്നു. തൊട്ടടുത്തിരുന്ന ബാബു പ്രസാദിനോട് ഇത്രയും അധികം നേരമായില്ലേ, എന്ത് തരം പരിപാടിയാണ് അദ്ദേഹം കാണിക്കുന്നതെന്ന രീതിയിൽ നീരസം പ്രകടമാക്കുന്ന രീതിയിൽ അസഭ്യ വാക്കുകൾ അദ്ദേഹം പറഞ്ഞത്. തൊട്ടടുത്തിരുന്ന KPCC രാഷ്ട്രീയ കാര്യ സമിതി അംഗം ഷാനിമോൾ ഉസ്മാൻ അപ്പോൾ തന്നെ അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി, മുമ്പിലിരിക്കുന്ന മൈക്കും ക്യാമറയും ഓണാണ്, അതുകൊണ്ട് എന്ത് പറഞ്ഞാലും അത് കേൾക്കുമെന്ന കാര്യം അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തി. അതിനുശേഷം പിന്നീടും 15 മിനിറ്റുകൾക്ക് ശേഷം VD സതീശൻ വന്നു. വാർത്താസമ്മേളനം തുടങ്ങി. വാർത്താസമ്മേളനം അവസാനിപ്പിക്കുമ്പോഴും ഇവർ തമ്മിൽ ചില പ്രശ്നങ്ങളുണ്ടായി. വാർത്താസമ്മേളനം അവസാനിപ്പിക്കുമ്പോൾ VD സതീശൻ മാത്രമായി വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. കെ സുധാകരൻ എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കാര്യം അവസാനം അദ്ദേഹത്തോട് ചോദിച്ചില്ല. അത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് പ്രകടമായിരുന്നു. പിന്നീട് വിവിധ വിഭാഗങ്ങളിലുള്ള ആളുകളുമായിട്ടുള്ള ചർച്ച, കൂടിക്കാഴ്ച തൊട്ടടുത്ത ഓഡിറ്റോറിയത്തിൽ നടന്നു. എല്ലാ നേതാക്കളും അങ്ങോട്ട് പോയി. പിന്നീട് അവിടെയും 15 മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹം അസ്വസ്ഥനായി ഇറങ്ങി. മറ്റൊരു പരിപാടിയുണ്ട്, താൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം മടങ്ങി പോവുകയായിരുന്നു. ആ സമയത്ത് ബാബു പ്രസാദും DCC അധ്യക്ഷൻ ബാബു പ്രസാദും ദീപ്തി മേരി വർഗീസും ഷാനിമോൾ ഉസ്മാനും ഒക്കെ തന്നെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു. അദ്ദേഹം പെട്ടെന്ന് ഇറങ്ങിപ്പോയി. പിന്നീട് അല്പനിമിഷങ്ങൾക്ക് മുൻപ് അദ്ദേഹം തിരികെ വന്നിട്ടുണ്ട്. എന്താണെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെയും VD സതീശൻ്റെയും പ്രതികരണം നമ്മൾ ആരായുന്നുണ്ട്. ഇതിന് മുൻപ് നമ്മൾ ഇത്തരത്തിൽ VD സതീശനും കെ സുധാകരനും തമ്മിലുള്ള ഒരു വാക്കുതർക്കം അല്ലെങ്കിൽ വാഗ്വാദം കണ്ടത് നേരത്തെ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന് ശേഷം വിജയെ പ്രഖ്യാപിക്കാനുള്ള പത്രസമ്മേളനം കോട്ടയം പ്രസ് ക്ലബിൽ നടത്തുന്ന സമയത്തായിരുന്നു. ആര് സംസാരിക്കുമെന്ന രീതിയിലുള്ള ഒരു തർക്കം ഇരുവർ തമ്മിൽ ഉണ്ടായതും അത് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതും. അനുജ, അതാണ് ഇന്നിപ്പോൾ ആലപ്പുഴയിലാണ് അത്തരത്തിലേക്ക് VD സതീശന് നേരെ നീരസം പ്രകടമാക്കി KPCC അധ്യക്ഷൻ കെ സുധാകരൻ രംഗത്തെത്തിയത്. പ്രതിപക്ഷ നേതാവ് വാർത്താസമ്മേളനത്തിൽ വൈകി എത്തി എന്നുള്ളതാണ് കെ സുധാകരനെ ചൊടിപ്പിച്ചത്. 20 മിനിറ്റ് നേരം കെ സുധാകരനെ VD സതീശൻ കാത്തിരുന്നു. ഇതാണ് അദ്ദേഹത്തെ പ്രകോപിതനാക്കിയത്. പത്രക്കാരോട് പറഞ്ഞിട്ട് എന്തൊരു മോശമാണ്. ഈ സംഭവം വാർത്തയായതോടെ ആലപ്പുഴ സമരാഗ്നി പരിപാടിക്കിടയിൽ നിന്ന് കെ സുധാകരൻ മടങ്ങി. നേതാക്കൾ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു, എന്നാൽ കെ സുധാകരൻ വഴങ്ങിയില്ല. പിന്നീട് VD സതീശൻ വാർത്താസമ്മേളനത്തിനെത്തി. അദ്ദേഹം ഈ വാർത്താസമ്മേളനം അവസാനിപ്പിക്കുകയും ചെയ്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ സ്ഥാനാർത്ഥിയാകും. ഇത് സംബന്ധിച്ച് ധാരണയായി. പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ മത്സരിപ്പിക്കാനാണ് നീക്കം. PC ജോർജിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ സഹകരിക്കില്ലെന്ന് BDJS അറിയിച്ചു.
BJP ദേശീയ നേതൃത്വത്തെയാണ് അവർ ഇക്കാര്യം അറിയിച്ചത്. കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളി മത്സരിച്ചേക്കും. ആലപ്പുഴയിൽ കൊല്ലപ്പെട്ട OBC മോർച്ച നേതാവ് രൺജീത് ശ്രീനിവാസന്റെ ഭാര്യ ലിഷ രൺജീത് സ്ഥാനാർത്ഥിയായേക്കും. 16 സീറ്റുകളിൽ BJPയും 4 സീറ്റുകളിൽ BDJSും മത്സരിക്കാനാണ് ധാരണ. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, പല പേരുകൾ തലസ്ഥാനത്ത് പറഞ്ഞു കേട്ടിരുന്നു. ഇപ്പോൾ അത് രാജീവ് ചന്ദ്രശേഖരന്റെ പേരും ഉണ്ടായിരുന്നു. അത് ഉറപ്പിക്കാം എന്ന തരത്തിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? മറ്റൊന്ന്, PC ജോർജിന്റെ സ്ഥാനാർത്ഥി മോഹം പൊലിഞ്ഞു എന്നാണോ? അനുജ, ഈ രണ്ട് കാര്യങ്ങളിലും ഏറെക്കുറെ അനുജ പറഞ്ഞതുപോലെ തന്നെയുള്ള കാര്യങ്ങൾ സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ. തിരുവനന്തപുരത്തെ സംബന്ധിച്ച് BJP ഒരു സ്റ്റാർ ക്ലാസ് മണ്ഡലമായി വിലയിരുത്തുന്ന മണ്ഡലമാണ്. അവിടെ ശശി തരൂരിനെ നേരിടാൻ സ്വാഭാവികമായും അത്രയധികം കരുത്തനായ, സംഘടനാ തലത്തിൽ വലിയ സപ്പോർട്ടുള്ള, മാത്രവുമല്ല ഇതിനോടകം തന്നെ പാർട്ടി മിഷണറി പ്രവർത്തനം ആരംഭിച്ച് പിന്തുണയ്ക്കുന്ന ഒരാളെ വേണം എന്നുള്ളതായിരുന്നു ജില്ലാ നേതൃത്വത്തിൻ്റെയും സംസ്ഥാന നേതൃത്വത്തിൻ്റെയും ആവശ്യം. ഇതടക്കമുള്ള കാര്യങ്ങൾ പരിഗണിച്ചു കേന്ദ്ര നേതൃത്വം എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്ത് NDAയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമെന്നുള്ള കാര്യത്തിൽ ഇനി തർക്കത്തിന് സാധ്യതയില്ല. ഇന്ന് വൈകിട്ട് ഡൽഹിയിൽ നിന്ന് ആ വിവരം ഉറപ്പിച്ച് സ്ഥിരീകരിച്ച് നമുക്ക് പറയാൻ കഴിയും എന്നുള്ളതും ഒരു വിവരമായി ലഭിക്കുന്നുണ്ട്. നാളെയോടുകൂടി അക്കാര്യത്തിൽ ജില്ലാ നേതൃത്വത്തിന് ഔദ്യോഗികമായ മറുപടി കേന്ദ്ര നേതൃത്വം നൽകും എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ തിരുവനന്തപുരത്ത് ഒരു പൊരിഞ്ഞ പോരാട്ടം നടക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ശശി തരൂർ, രാജീവ് ചന്ദ്രശേഖർ, അതേപോലെ തന്നെ പന്ന്യൻ രവീന്ദ്രൻ, ഈ 3 പേരുകളായിരിക്കും, അല്ലെങ്കിൽ ഈ 3 പേരുമായിരിക്കും തിരുവനന്തപുരത്ത് മത്സരത്തിന് ഇറങ്ങുക. അതേസമയം പത്തനംതിട്ടയിൽ ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ളയെ കളത്തിലിറക്കാനാണ് ഇപ്പോൾ BJP കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നത്. അതിന്റെ കാരണമായി പറയുന്നത്, നേരത്തെ PC ജോർജിനെ പരിഗണിക്കാനായിരുന്നു നീക്കം. എന്നാൽ PC ജോർജിനെ ഒഴിവാക്കാനുള്ള കാരണം BDJSന്റെ ശക്തമായ എതിർപ്പാണ്. ഏതെങ്കിലും തരത്തിൽ ഇവരെ കാൻഡിഡേറ്റ് ആക്കിയാൽ, അല്ലെങ്കിൽ PC ജോർജിനെ അടക്കം പരിഗണിച്ചാൽ അതിൽ വിയോജിപ്പ് കാര്യമായി ഉണ്ടാകുമെന്നുള്ള സൂചന ഇതിനോടകം തന്നെ BDJS നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു എതിർപ്പിലേക്ക് കാര്യങ്ങൾ വന്നത്. ജോൺ ജോർജിന്റെ സാധ്യതയെ മങ്ങുന്നു എന്നുള്ള വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. കൊല്ലത്ത് കുമ്മനം രാജശേഖരനെ പരിഗണിക്കുന്നതടക്കം ഇക്കാര്യത്തിൽ BJP കേന്ദ്ര നേതൃത്വം ആലോചിക്കുന്നുണ്ട്. അനുജ, BJP സ്ഥാനാർത്ഥി പട്ടികയുമായി ബന്ധപ്പെട്ട് ഇന്ന് പുറത്തുവന്ന വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ നൽകിയത്. മറ്റൊരു വാർത്ത, മലപ്പുറം എടവണ്ണപ്പാറയിലെ 17-കാരിയുടെ മരണത്തിൽ പ്രതിയായ കരാട്ടെ മാസ്റ്റർ സിദ്ദിഖ് അലിക്ക് കുരുക്ക് മുറുകുന്നു. സിദ്ദിഖ് അലിക്കെതിരെ പെൺകുട്ടി അധ്യാപകൻ അയച്ച ശബ്ദ സന്ദേശം 24ന് ലഭിച്ചു. സഹായം അഭ്യർത്ഥിച്ചയച്ച വാട്സാപ്പ് സന്ദേശമാണ് പുറത്തു വന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഉറപ്പ് കൊടുക്കാന്നുള്ളത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി ആ വ്യക്തിയെ വീണ്ടും കാണുക എന്നുള്ളത് പോലും എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പം പക്ഷേ ഈ ലീഗലി കേസ് കൊടുക്കണോ വേണ്ടോ എന്നത് എപ്പോഴും ഒരു കോൺഫ്ലിക്റ്റിംഗ് ഡോട്ടായിട്ട് എപ്പോഴും ഇങ്ങനെ റേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. അപ്പോൾ ഞാൻ സാറോടൊക്കെ ചോദിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുമ്പം സാറിന് റിലീജിയസ് സൈഡും കൂടെ സംസാരിച്ചല്ലോ. കേസുമായിട്ട് ഫോർവേഡ് ചെയ്യുന്ന സമയത്ത് സാറിന് 3 മക്കളാണ്. അപ്പം അഭിജിത്ത് മുഴക്കുന്ന വിശദാംശങ്ങളുമായി. അഭിജിത്ത്, ഇതിൽ എന്ത് നടപടിയിലേക്ക് കടന്നിട്ടുണ്ട് എന്നതാണ് അധ്യാപകൻ പറഞ്ഞത്. ഇങ്ങനൊരു പരാതി, അത് ഗൗരവതരമായ പരാതിയാണ്. എന്ത് നടപടി കൈക്കൊണ്ടു എന്നുള്ളതാണ് അധ്യാപകൻ പറഞ്ഞത്. ഒപ്പം കൂടുതൽ കുട്ടികളെ ഇയാൾ പീഡനത്തിന് വിധേയനാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഇന്നലെയും വന്നതാണ്. അതിൻ്റെ കൂടുതൽ വിവരങ്ങളും ഇന്ന് പുറത്തു വരുന്നുണ്ട്. അനുജ, മരിച്ച കുട്ടി പഠിച്ചിരുന്ന സ്വകാര്യ എൻട്രൻസ് കോച്ചിങ് സെന്ററിലെ അധ്യാപകൻ അയച്ച സന്ദേശമാണിത്. ഈ സന്ദേശത്തിൽ കുട്ടി തനിക്ക് നേരിട്ട ദുരനുഭവത്തെക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ഈ അധ്യാപകൻ കരാട്ടെ മാസ്റ്റർക്ക് മുന്നിൽ ഇനി അയാളുടെ മുന്നിൽ പോയി നിൽക്കാൻ തനിക്ക് ഭയമാണെന്നും താൻ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നടക്കമുള്ള ഒരു സഹായ അഭ്യർത്ഥന കൂടിയാണ് ഈ വാട്സപ്പ് സന്ദേശത്തിലുള്ളത്. അധ്യാപകനുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അയാൾ പറയുന്നത്, ഈ കുട്ടിയുടെ പ്രശ്നങ്ങൾ താൻ മനസ്സിലാക്കിയിരുന്നു. ഈ കുട്ടി തന്നോട് ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കുട്ടിയുടെ രക്ഷിതാക്കളുമായി താൻ ഈ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ പോലീസിലേക്കടക്കം നീങ്ങാതിരുന്നത് ഈ കുട്ടി ആ സമയത്ത് അനുഭവിക്കുന്ന മാനസികാവസ്ഥ കണ്ടുകൊണ്ടാണ്. വളരെ മോശം മാനസികാവസ്ഥയിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത്. വളരെ ആ ഒരു സിറ്റുവേഷനിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. പിന്നീട് കുട്ടി അതിനെ അതിജീവിച്ച് വരികയും കേസ് കൊടുക്കുന്നതിലേക്കടക്കം നടപടികളുമായി മുന്നോട്ട് നീങ്ങുകയും ചെയ്തതാണ്. അത്തരം ഒരു സംഭവം ഉണ്ടായതാണ്. പക്ഷേ കുട്ടി ആത്മഹത്യയിലെ ചെയ്യുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്നൊരു കാര്യം കൂടി ഈ അധ്യാപകൻ പറയുന്നുണ്ട്. അനുജ ചോദിച്ചതുപോലെ തന്നെ കൂടുതൽ പേർ ഈ കരാട്ടെ മാസ്റ്റർക്കെതിരായ ആരോപണങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട്. രാവിലെ ഈ കരാട്ടെ മാസ്റ്റർക്ക് കീഴിൽ പഠിച്ച മറ്റൊരു കുട്ടിയുടെ മാതാവ് കൂടുതൽ ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. പെൺകുട്ടികളെ മാത്രമല്ല ആൺകുട്ടികളെ ഉൾപ്പെടെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ളതാണ് പുതിയ ആരോപണം. ഏതായാലും പോലീസ് അന്വേഷണവുമായി മുന്നോട്ട് പോവുകയാണ്. നിലവിൽ ബാലാവകാശ കമ്മീഷൻ ഈ ഒരു സംഭവത്തിൽ കേസെടുത്തിട്ടുണ്ട്. വഴുതക്കാട് CIയോട് കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അനുജ, അതെ, ഏറ്റവും ഒടുവിലായി വന്ന വാർത്തയാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ ഈ വിഷയത്തിൽ കേസെടുത്തു. കോഴിക്കോട് കൊയിലാണ്ടിയിലെ CPIM നേതാവിന്റെ കൊലപാതകം ആസൂത്രിതം. മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി പ്രകാരമാണ് PV സത്യനാഥിനെ കൊലപ്പെടുത്തിയതെന്ന പ്രതിയുടെ മൊഴി പുറത്തുവന്നു.
അവഗണന സഹിക്കാതായപ്പോഴാണ് കൊലപാതകം നടത്തിയതെന്ന് പ്രതി അഭിലാഷ് പോലീസിനോട് പറഞ്ഞു. ഗൾഫിൽ നിന്ന് വാങ്ങിയ കത്തിയാണ് കൊലപാതകത്തിന് ഉപയോഗിച്ചത്. കൊലപാതകത്തിന് ശേഷം കത്തി അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞു എന്ന് അഭിലാഷ് മൊഴി നൽകി. വാർത്താമഴ അവസാനിക്കുന്നു. ഇനി